ഇന്നൊരു സേമിയ പായസമാണ് ചെയ്യുന്നത്. 80 പേർക്കുള്ളൊരു ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ സേമിയ പായസം ചെയ്യാം. 1 കിലോയുടെ 4 പാക്കറ്റ് സേമിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ പാക്കറ്റിൽ തന്നെ വെച്ചാണ് ഞാൻ സേമിയ ഒടിച്ചത് കേട്ടോ. അല്ലാതെ എടുത്താലും മൊത്തം തെറിച്ച് പോയി കുറേ അങ്ങ് നമുക്ക് വാരി കളയേണ്ടി വരും. അപ്പോൾ പാക്കറ്റിൽ തന്നെ ഇങ്ങനെ ഒടിച്ചെടുത്തതിന് ശേഷം ചട്ടി ചൂടായിട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ഇതെല്ലാം വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്തെടുത്ത സേമിയ അങ്ങോട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വേവിക്കും. അതുപോലെ തന്നെ ചെറിയ 2 പാക്കറ്റ് ചവ്വരിയും കൂടെ വറുത്ത് ഞാൻ ഇതിലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും ഈ പായസത്തിന്. അപ്പോൾ എല്ലാം കൂടെ നല്ല വെന്ത് വന്ന് അപ്പോഴത്തേക്ക് പാത്രത്തിൽ അത് കൊള്ളാതെ വന്നു. അപ്പോൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചെറിയ സ്റ്റവിൽ വലിയ പാത്രത്തിൽ സേമിയ പായസം വെക്കാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം പഞ്ചസാര ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്നുകൂടെ വെന്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള പാല് ചേർക്കാം. ഞാനിവിടെ 12 പാല് ചേർത്തിട്ടുണ്ട്, 12 കവറ് പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കാം.